So, welcome to today's section. Today, we are going to discuss about the historical development and the scope of mental health nursing. ഓൾറെഡി നിങ്ങൾ എക്സാമിന് വേണ്ടി അപ്രോച്ച് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് അതിനകത്ത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് ആൻഡ് സ്കോപ്പ് ഓഫ് മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ്. സ്കോപ്പ് ഓഫ് മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ് പല പ്രാവശ്യവും എക്സാമിനേഷന് ചോദിച്ചതായിട്ട് കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. So, mental health nursing is a specialized branch of nursing concerned with the care of individuals with mental, emotional, and behavioral disorders. Development of mental health nursing has evolved from custodial care to a holistic, therapeutic, and community-based approach. As an introduction, so mental health nursing in the ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. സോ മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ് ഈസ് കൺസേൺ വിത്ത് ഇൻഡിവിജ്വൽസ് വിത്ത് മെൻ്റൽ, ഇമോഷണൽ ആൻഡ് ബിഹേവിയറൽ ഡിസോർഡേഴ്സ്. സോ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റിൽ നമ്മൾ ഓരോ പീരിയഡ്സ് ആയിട്ട് നമ്മൾ ജസ്റ്റ് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് ഇഫ് എ ക്വസ്റ്റ്യൻ കംസ്, നമുക്ക് ഈ പീരിയഡ്സായിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് അതിൻ്റെ ബേസിസിൽ നമുക്ക് ഇത് എഴുതാൻ പറ്റും. പലപ്പോഴും ഇതൊരു ടഫായിട്ടുള്ളൊരു ക്വസ്റ്റ്യനായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ബട്ട് സിമ്പിളാണ്. ഓരോ പീരീഡിലും എങ്ങനെയാണ് മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ് ഇവോൾവ് ആയതെന്ന് മാത്രം നമ്മളൊന്ന് മെൻഷൻ ചെയ്താൽ മതി. സോ ദ ഫസ്റ്റ് പീരീഡ് ഈസ് ancient period. So ancient period means mental illness was believed to be caused by evil spirits, demons, or divine punishment. Treatment included exorcism, magic prayers, and punishment. No organized nursing care existed. So the first period എന്ന് പറഞ്ഞാൽ ഏൻഷ്യൻ്റ് പീരീഡിൽ മെൻ്റൽ ഡിസോർഡേഴ്സ് വരുന്ന എന്തോ ഇവിൽ സ്പിരിറ്റ് കൊണ്ടും അല്ലെങ്കിൽ എന്തോ ദൈവത്തിൻ്റെ പണിഷ്മെൻറ്റ് കൊണ്ടാണെന്നൊക്കെ ഒരു ചിന്താഗതിയാണ് ഉണ്ടായിരുന്നത്. അപ്പം നമ്മളൊരു നഴ്സിംഗ് കെയർ ഒന്നും ഇല്ലായിരുന്നു. ദെൻ ഇൻ ദ സെക്കൻഡ് പീരീഡ്, ദറ്റ് ഈസ് മിഡീവിയൽ പീരീഡ് ഓർ മിഡിൽ ഏജസ്. അപ്പം ആ പീരീഡിൽ മെൻ്റലി ഇൽ പേഴ്സൺസ് വെർ ചെയിൻഡ്, ഇംപ്രിസൺഡ് ഓർ ടോർച്ചേർഡ് ആൻഡ് the peoples were shifted to the asylums not for treatment. And ഈ ഒരു പീരീഡിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെൻ്റലി ഇല്ലായിട്ടുള്ള പീപ്പിൾസിനെ അവരെ ചേഞ്ച് ചെയ്യുകയും അവരെ തടവിലാക്കുകയും അവരെ ഒരുപാട് ടോർച്ചർ ചെയ്തിരിക്കുന്ന ഒരു പീരീഡായിരുന്നു. ആ സമയത്തും ഒരു പ്രോപ്പറായിട്ടുള്ള കെയർ മെൻ്റൽ ഇൽ പീപ്പിളിന് ലഭിച്ചിരുന്നില്ല. Next is Renaissance period. So that is in the 15th to 17th century. So beginning of humanitarian views. So John Weir എന്ന് പറഞ്ഞ ഒരു ആള് പോസ്റ്റ് വിറ്റ്ക്രാഫ്റ്റ് ബിലീഫ്സ് എംഫസിസ് സ്ലോലി ഷിഫ്റ്റ് ടുവേർഡ്സ് അണ്ടർസ്റ്റാൻഡിങ് മെൻ്റൽ ഇൽനെസ് ആസ് എ ഡിസീസ്. സോ റിനൈസൻസ് പീരീഡ് എന്ന് പറയുന്നത് ട്രാൻസിഷൻ പീരീഡിൽ ചെറുതായിട്ട് ഒരു കെയർ അവരെ ചെറുതായിട്ട് ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങി. മെൻ്റൽ ഇൽനെസ്സിനെ ഒരു ഡിസീസായിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. ദ ഫോർത്ത് പീരീഡ്, ദാറ്റ് ഈസ് ദ പീരീഡ് ഓഫ് മോറൽ ട്രീറ്റ്മെൻറ്റ്, ദാറ്റ് ഈസ് ദ 18th century. സോ ഈ ഫോർത്ത് പീരീഡാണ് ഇറ്റ് ഈസ് എ മേജർ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. സോ ഇൻ ഫ്രാൻസ്, ഫിലിപ്പ് പിനിൽ റിമൂവ് ചേഞ്ച് ഫ്രം മെൻ്റലി ഇൽ പേഷ്യൻസ് ആൻഡ് ഇൻ ഇംഗ്ലണ്ട് വില്യം ട്യൂക്ക് എസ്റ്റാബ്ലിഷ് ദ യോർക്ക് റിട്രീറ്റ്. സോ പിന്നെ ഈ ഒരു മോറൽ ട്രീറ്റ്മെൻറ്റിൻ്റെ പീരീഡ് 18th centuryയിലാണ് ആക്ച്വലി മെൻ്റൽ ഹെൽത്ത് കെയറിന് കുറച്ചുകൂടി ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടി തുടങ്ങിയത്. ദറ്റ് ഈസ് പിന്നെ ഇൻ ഫ്രാൻസ് ആൻഡ് ഇൻ ഇംഗ്ലണ്ട്. In England, they focused on retreat that is based on kindness and dignity, structured daily activities, and therapeutic environment. So, ഇവിടെ nurses begins to play a supportive and caring role. So, that is about the fourth period. And that is in the fifth period, that is development of psychiatric nursing. Actually, the nursing historical development is important period ആണ് development in the fifth period, that is in the 19th century. Formal training of nursing started. Florence Nightingale emphasized compassionate care and observation. Psychiatric hospitals improved. Nurses were trained in patient observation, personal hygiene, safety and supervision. ഈ ഒരു പീരീഡാണ് നഴ്സിംഗ് കെയർ. നഴ്സസിന് തന്നെ ഒരു ഇമ്പോർട്ടൻസ് നഴ്സിംഗ് കെയർ, അതായത് പേഷ്യൻ്റ് ഒബ്സർവേഷനും പേഷ്യൻ്റ് ഹൈജീനിലും സോ സേഫ്റ്റി ആൻഡ് സൂപ്പർവിഷനിലൊക്കെ ഒരു ഫ്ലോറൻസ് നൈറ്റിംഗേലിൻ്റെ ഒരു
ഒബ്സർവേഷൻ കൂടെ വന്നത്. സോ ആ പീരീഡിലാണ് ശരിക്കും പറഞ്ഞാൽ ഡെവലപ്മെൻറ്റ് ഓഫ് ഒരു സൈക്കാട്രിക് നഴ്സിംഗ് ആപ്ലിക്കബിൾ ആയത് എന്ന് നമുക്ക് പറയാം. ആൻഡ് വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് പീരീഡ്, ദാറ്റ് ഈസ് ദി 20th century ഡെവലപ്മെൻറ്റ്. അപ്പോഴാണ് കുറച്ചുകൂടെ നമുക്ക് സൈക്കാട്രിക് നഴ്സിംഗ് അല്ലെങ്കിൽ സൈക്കാട്രിക് നഴ്സിംഗ് കെയർ എന്നൊക്കെ പറയാൻ വേണ്ടി പറ്റുന്നത്. സോ മേജർ അഡ്വാൻസ്മെൻറ്റ് ലൈക്ക് സൈക്കോതെറാപ്പി, സൈക്കോട്രോപിക് ഡ്രഗ്സ്, കമ്മ്യൂണിറ്റി മെൻ്റൽ ഹെൽത്ത് മൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാകാൻ തുടങ്ങിയത്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സൈക്കോട്രോപിക് ഡ്രഗ്സ് ഉണ്ടായത് 20th century ഒരു മേജർ ഡെവലപ്മെൻ്റ് ആണ്. ദാറ്റ് വാസ് ഇൻ 1950s. ഓക്കെ, സോ ഡീ ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ, കമ്മ്യൂണിറ്റി മെൻ്റൽ ഹെൽത്ത് മൂവ്മെൻറ്റ്, അതായത് പേഷ്യൻറ്റിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു, ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് മെൻ്റൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ട്രീറ്റ് ചെയ്യുന്നു. അതിൻ്റെ ആ ഒരു അപ്രോച്ചസ് ഒക്കെ ഡെവലപ്പ് ആയത് 20th centuries-ലാണ്. നഴ്സസ് ഗെയിൻ റോൾസ് ഇൻ തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ, കൗൺസിലിംഗ്, റീഹാബിലിറ്റേഷൻ എക്സെട്ര. The final historical development is modern era. Modern era means emphasizes on holistic, evidence-based and patient-centered care. സോ ഇപ്പോഴത്തെ ഒരു ഇറായിൽ നമുക്ക് കാണാം സൈക്കാട്രിക് പേഷ്യൻസ് അല്ലെങ്കിൽ മെൻ്റലി ഇൽ പീപ്പിൾസിന് അതുപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഹോളിസ്റ്റിക്, എവിഡൻസ് ബേസ്ഡ് ആൻഡ് പേഷ്യൻറ്റ് സെൻറ്റേർഡ് കെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ് ഈസ് റെക്കഗ്നൈസ്ഡ് ആസ് എ പ്രൊഫഷണൽ സ്പെഷ്യാലിറ്റി വിച്ച് ഈസ് ഫോക്കസിങ് ഓൺ ദ പ്രിവെൻറ്റീവ് അപ്രോച്ചസ്, അല്ലേ? പ്രിവെൻഷൻ, ഏർലി ഇൻ്റർവെൻഷൻ, കമ്മ്യൂണിറ്റി ബേസ്ഡ് കെയർ ആൻഡ് മെൻ്റൽ ഹെൽത്ത് പ്രൊമോഷൻ വാസ് given importance. Next we are moving to the very important topic, that is scope of mental health nursing. നമുക്കറിയാം മെൻ്റൽ ഹെൽത്ത് നഴ്സിങ്ങിന് ഒരു നീഡ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഫോറിൻ കൺട്രീസിലാണെങ്കിൽ പോലും സൈക്കാട്രിക് നഴ്സസിന് ഡിമാൻഡുകൾ ഏറിക്കൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ് ദ സ്കോപ്പ് ഓഫ് മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ്. ദ സ്കോപ്പ് ഈസ് ബ്രോഡ് ആൻഡ് എക്സ്പാൻഡിങ് ഡ്യൂ ടു ഇൻക്രീസിങ് മെൻ്റൽ ഹെൽത്ത് നീഡ്സ്. സോ ഞാനിവിടെ പർട്ടിക്കുലർ ഏരിയ ആയിട്ടൊരു 7 സ്കോപ്സ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. വെരി സിമ്പിളാണ്, നമ്മൾ അതിൻ്റെ മീനിങ് മനസ്സിലാക്കുകയാണ്. ഇറ്റ്സ് വെരി ഈസി. ദ ഫസ്റ്റ് സ്കോപ്പ് ഈസ് ഇൻ ദ ക്ലിനിക്കൽ ഏരിയ. സോ വാട്ട് വി ആർ ഗോയിങ് ടു ഡു ഇൻ ദ ക്ലിനിക്കൽ ഏരിയ? സോ ഇൻ ക്ലിനിക്കൽ ഏരിയ വി ആർ ഗോയിങ് ടു അസസ് ആൻഡ് ഡയഗ്നോസിസ് ഓഫ് ദ മെൻ്റൽ ഇൽനെസ്. നമ്മൾ എന്താണ് ദ കണ്ടീഷൻ നമ്മൾ അസസ് ചെയ്യുന്നു. ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് സൈക്കോട്രോപിക് മെഡിക്കേഷൻസ്, അല്ലേ? സോ സൈക്കാട്രിക് ഡ്രഗ്സ് കൊടുക്കാനായിട്ട് ഒരുപാട് പ്രോട്ടോകോൾസ് ഒക്കെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെഡിക്കേഷൻ, മോണിറ്ററിങ് തെറാപ്യൂട്ടിക് സൈഡ് എഫക്ട്സ്, പ്രൊവൈഡിങ് സൈക്കോതെറാപ്പി ആൻഡ് കൗൺസിലിംഗ്, ക്രൈസിസ് ഇൻ്റർവെൻഷൻ ആൻഡ് സൂയിസൈഡ് പ്രിവെൻഷൻ. സോ നമുക്കറിയാം ഒരു ക്ലിനിക്കൽ ഏരിയാസ് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന എന്തൊക്കെ ഇഷ്യൂസാണ്. ഫസ്റ്റ് നമ്മൾ അസസ് ചെയ്യുന്നു, അതുപോലെ തന്നെ മെഡിക്കേഷൻസ് കൊടുക്കുന്നു. മെഡിക്കേഷൻസിൻ്റെ ഒരുപാട് എക്സ്ട്രാ പിരമിഡൽ സിംറ്റംസ് പോലത്തെ ഒരുപാട് അഡ്വേഴ്സ് ഇഫക്റ്റ് ഉണ്ട്. നമ്മളിത് മോണിറ്ററിങ് ചെയ്യുന്നുണ്ട്. പിന്നെ പേഷ്യൻ്റ് ഡെവലപ്മെൻറ്റിനനുസരിച്ച് തന്നെ സൈക്കോ തെറാപ്പീസ് കൊടുക്കണം, കൗൺസിലിംഗ് സെക്ഷൻസ് വേണം. എപ്പോൾ വേണമെങ്കിലും ഒരു ക്രൈസിസ് ഉണ്ടായിരിക്കാം. ഇപ്പോൾ ക്രൈസിസ് ഇൻ്റർവെൻഷൻസ്, അതുപോലെ തന്നെ ക്ലയൻസിൽ നമുക്ക് ഒരു റിസ്ക് ഫോർ സൂയിസൈഡ്, അല്ലേ? അപ്പം ആ സൂയിസൈഡ് പ്രിവെൻഷൻ, ഇതൊക്കെയാണ് നമ്മൾ ക്ലിനിക്കൽ കെയറിൽ ഫസ്റ്റ് സ്കോപ്പ് തന്നെ ക്ലിനിക്കൽ കെയറിന് അവിടെ മെയിൻ റോൾസ് ഓഫ് നഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. നെക്സ്റ്റ് മീൻസ് പ്രിവെൻറ്റീവ് മെൻ്റൽ ഹെൽത്ത് കെയർ. സോ ഗവൺമെൻറ് സൈഡ്, കാരണം ഇപ്പോൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ സെൻറ്റേഴ്സും ഓരോ സെക്ഷൻസും പിന്നെ എന്താണ് മെൻ്റൽ ഹെൽത്ത് കെയറിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പം സോ വാട്ട് ഈസ് ഹാപ്പനിങ് ഈസ് നമ്മൾ പ്രിവെൻറ്റീവ് അപ്രോച്ച്, മെൻ്റൽ ഇൽനെസ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള അപ്രോച്ചസ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. സോ പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ മെൻ്റൽ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യുക, സെക്കൻഡറി പ്രിവെൻഷൻ ഏർലി ഡിറ്റക്ഷൻ ആണ്, ടെറിഷറി പ്രിവെൻഷൻ റീഹാബിലിറ്റേഷൻ ആൻഡ് റിലാപ്സ് പ്രിവെൻഷൻ. സോ അത്രയാണ് നമ്മൾ ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ്. സോ അവിടെ നമ്മൾ പേഷ്യൻസിൻ്റെ ഹോം വിസിറ്റ് ചെയ്യുന്നു, കമ്മ്യൂണിറ്റി അവെയർനെസ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നു, റീഹാബിലിറ്റേഷൻ ചെയ്യുന്നു. പിന്നെ നമ്മൾ ഫാമിലീസിനും അവരെ കെയർ ഗിവേഴ്സിനുമുള്ള നമ്മളൊരു സപ്പോർട്ട്, സൈക്കോളജിക്കൽ സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നു. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് എഡ്യൂക്കേഷണൽ റോൾ. സോ എഡ്യൂക്കേഷണൽ റോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈക്കാട്രിക് നഴ്സസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് മീൻസ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ഓഫ് ദ പേഷ്യൻ്റ് ആൻഡ് ഫാമിലീസ്, ഹോസ്പിറ്റൽ സെറ്റപ്പിലാകാം അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സെറ്റപ്പിലാകാം. പിന്നെ കോപ്പിംഗ് സ്കിൽസ് ആൻഡ് സ്ട്രെസ് മാനേജ്മെൻറ്റ് ഓഫ് ദ പേഷ്യൻസ്. അപ്പം ഒരുപാട് ട്രോമയിലൂടെയൊക്കെ സ്ട്രെസ്സിലൂടെയൊക്കെ കടന്നു പോകുന്ന പേഷ്യൻസിന് നമ്മൾ കോപ്പിംഗ് സ്കിൽസ് പറഞ്ഞു കൊടുക്കുന്നതല്ലേ, അവരെ സ്ട്രെസ്സിൽ നിന്ന് അവർക്ക് എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യാമെന്നുള്ള തെറാപ്പീസിലൂടെയോ ഒക്കെ ആ രീതിയിലൊക്കെ നമ്മൾ പേഷ്യൻറ്റിന് ഒരു കെയർ കൊടുക്കുന്നു. ദെൻ ഈസ് ട്രെയിനിങ് നഴ്സിംഗ് സ്റ്റുഡൻസ് ആൻഡ് ഹെൽത്ത് വർക്കേഴ്സ്. നഴ്സിംഗ് സ്റ്റുഡൻസിന് അതുപോലെ തന്നെ ഹെൽത്ത് കെയർ വർക്കേഴ്സിനൊക്കെ നമ്മൾ അവർക്ക് വേണ്ടിയിട്ടുള്ള പിന്നെ അവെയർനെസ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് ഈസ് റീഹാബിലിറ്റേഷൻ സർവീസ്, ദാറ്റ് ഈസ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയിട്ടുള്ള പേഷ്യൻസിന് വേണ്ടി നമുക്ക് ഫോക്കസ് ചെയ്യാം. അപ്പോൾ അതിൽ സോഷ്യൽ സ്കിൽസ് ട്രെയിനിങ്, വൊക്കേഷണൽ ഗൈഡൻസ്, റീഇൻറ്റഗ്രേഷൻ ഇൻ ടു സൊസൈറ്റി, സബ്സ്റ്റൻസ് അബ്യൂസ് റീഹാബിലിറ്റേഷൻ. സബ്സ്റ്റൻസ് അബ്യൂസ് റീഹാബിലിറ്റേഷൻസ്
അതിനുവേണ്ടി മാത്രമുള്ള റീഹാബിലിറ്റേറ്റീവ് സെൻറ്റേഴ്സസ് ഉണ്ട്. അതുപോലെ പീഡിയാട്രിക് സെക്ഷൻസ്, പീഡിയാട്രിക് റിലേറ്റഡ് സൈക്കാട്രിക് കണ്ടീഷൻസ് ആണ്. അവർക്ക് എന്താണ് സ്കിൽസ് പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഒരുപാട് വൊക്കേഷണൽ ഗൈഡൻസ് മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ വൊക്കേഷണൽ ട്രെയിനിങ് പ്രോഗ്രാംസ് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരെ ആ ഒരു ട്രാക്കിലേക്ക് നമ്മളാക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. പിന്നെ അവരെ എങ്ങനെ സൊസൈറ്റിയിലേക്ക് ആ ഒരു ട്രോമയിൽ നിന്നൊക്കെ റിക്കവർ ചെയ്ത് എങ്ങനെ സൊസൈറ്റിയിലേക്ക് നോർമൽ ഹ്യൂമൻ ബീങ് ആയിട്ട് അവർക്ക് മുൻപോട്ട് വരാമെന്നുള്ള രീതിയിലുള്ള ട്രെയിനിങ്സും റീഹാബിലിറ്റേഷൻ സർവീസിലുണ്ട്. ആൻഡ് നെക്സ്റ്റ് ഈസ് അഡ്മിനിസ്ട്രേറ്റീവ് റോൾ. അഡ്മിനിസ്ട്രേറ്റീവ് റോൾ മീൻസ് പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ് മെൻ്റൽ ഹെൽത്ത് സർവീസസ്, വാർഡ് മാനേജ്മെൻറ്റ്, പോളിസി ഇംപ്ലിമെൻറ്റേഷൻ, ക്വാളിറ്റി അഷുറൻസ്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹെഡ് നേഴ്സ് അല്ലെങ്കിൽ വാർഡ് ഇൻചാർജ് ഉള്ള സൈക്കാട്രിക് ഹോസ്പിറ്റൽസിൻ്റെ ഇൻചാർജസ് ഒക്കെ ആവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്യാനായിട്ട്, ഒരു ക്രൈസിസ് ഇൻ്റർവെൻഷൻ്റെ സമയത്തൊക്കെ വാർഡ് മാനേജ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒരുപാട് പോളിസി, മെൻ്റൽ ഹെൽത്ത് പോളിസി, നാഷണൽ മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാംസ് ഉണ്ട്. അതുപോലെ തന്നെ മെൻ്റൽ ഹെൽത്ത് ആക്ട് ബേസ് ചെയ്തുകൊണ്ടൊക്കെ പേഷ്യൻറ്റ് ടേക്ക് കെയർ ചെയ്യാനായിട്ടും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടൊക്കെ ഒരു സ്കോപ്പാണ്. ക്വാളിറ്റി അഷുറൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻസ് സൈക്കാട്രിക് ഹോസ്പിറ്റൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് അഡ്മിഷൻസിനും അതുപോലെ ഡിസ്ചാർജസിനും അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടൊക്കെ ഒരുപാട് പോളിസീസ് നിലവിൽ എക്സിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ പിന്നെ അപ്ലൈ ചെയ്യുക എന്നുള്ള റോളാണ് അഡ്മിനിസ്ട്രേറ്റീവ് റോളിലുള്ളത്. റിസർച്ച് ആൻഡ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ്സ്, കണ്ടക്ടിങ് ആൻഡ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ റിസർച്ച്, എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ്, നഴ്സിംഗ് എഡ്യൂക്കേഷൻ, പോളിസി ഫോർമുലേഷൻ ആൻഡ് അഡ്വക്കസി. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. ദാറ്റ് ഈസ് റിസർച്ച് ആൻഡ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ്. സോ ആസ് എ കൺക്ലൂഷൻ, മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ് ഹാസ് ഇവോൾവ്ഡ് ഫ്രം ഇൻഹ്യൂമൻ കസ്റ്റഡിയൽ കെയർ ടു സയൻറ്റിഫിക്, compassionate and holistic discipline. The scope of mental health nursing continues to expand, addressing individual, family and community mental health needs. Mental health nurses plays a vital role in promotion, prevention, treatment and rehabilitation. So all the best.